ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്കും. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്കും. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടം ഓടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്കും. നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്കും. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി. 2025 6 മാസക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. 7-ാം മാസത്തിൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെ ഉള്ളം നിറഞ്ഞ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയമക്കളുമായി കടന്നു വരുന്നു. സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ച് അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തെ ഇന്ദ്രക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ്. നാഥ, ഇന്ന് വരെ ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തിയ ദൈവം അവിടുന്ന് വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാ. ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ച് കാത്തോണേ. ഞങ്ങളുടെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, OIT IELTS ജർമ്മനും പഠിക്കുന്നവർ, റൊമറ്റി പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കൾ, BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, ദൈവമായ കർത്താവേ, എക്സാം കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് ജൂലൈ മാസം 26-ാം തീയതി കർത്താവേ, പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അമലിനെയും കൂട്ടുകാരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിതിന്മനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുകയാണ്. അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുമാറാകണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണം. പ്രത്യേകിച്ച് കർത്താവേ, ഹന്നാമോളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. പൈതലിൻ്റെയും ഹാലലിയ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ജയം നൽകി മാനിക്കുമാറാകണം. തുടർന്നും ഭാവി കർത്താവ് കരുതിക്കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. എൻ്റെ ദൈവമായ കർത്താവേ, സമയം അജേഷിനായി, അഭിലാഷിനായി, അമ്പിളിക്കായി പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ടവരാ കർത്താവേ, എവിടെയായിരുന്നാലും ഏത് വിഷയമായിരുന്നാലും സ്വർഗത്തിലെ അപ്പൻ്റെ കരുണയുടെ കരം ആ മക്കളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളുടെ എല്ലാ ശുശ്രൂഷകളിലും കർത്താവ് കൂടെ ഇരുന്നാട്ട്. അടിയങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ല, എന്നാൽ സ്വർഗം അറിയുന്നല്ലോ. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ചും ദൈവമായ കർത്താവേ, കൂട്ടുകാരുടെ കൂടെ ഹാലലി കർത്താവെ, കൂട്ടുകെട്ടിൽ മധ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ട്. ദൈവമായ കർത്താവെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.
പ്രത്യേകിച്ച് മദ്യപാനികളെ ഓർക്കുക, ലഹരിക്ക് അടിമപ്പെട്ടവരെ ഓർക്കുക, ക്ലേശമായ ജീവിതം നയിക്കുന്നവരെ ഏൽപ്പിക്കുക. രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ സർവ്വശക്തന് കഴിയും. തൻ്റെ മക്കളുടെ മേലവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരമൊന്ന് നീട്ടുമാറാകണം. അവരെ രൂപാന്തരപ്പെടുത്തുമാറാകണം. ഈ ലഹരി പദാർത്ഥം പൂർണ്ണമായി ഉപേക്ഷിക്കണം. എൻ്റെ കർത്താവിൻ്റെ സാക്ഷിത്വം വഹിക്കുന്ന മക്കളായി മാറണം. ദൈവം അവിടുന്ന് മനസ്സറിയണമേ എന്നടി ഞാൻ പ്രാർത്ഥിക്കുകയാപ്പാ. കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കണം. സഹോദരിമാരുടെ കണ്ണുനീരിനെ തുടയ്ക്കണം. ഈ കുഞ്ഞുങ്ങളോട്, ഈ കുടുംബത്തോടൊക്കെ മനസ്സറിയണം എന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശേഷാൽ കർത്താവെ, എൻ്റെ പ്രാർത്ഥന ചോദിച്ച ജീവിതങ്ങളാണ് കർത്താവെ. ജോലി ചെയ്യാൻ മനസ്സില്ലാതെ ഉദാസീനതയോടെ അലസതയോടൊക്കെ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. 32 വയസ്സും 25 വയസ്സും പ്രായമായ മക്കളാ കർത്താവെ. എൻ്റെ ദൈവം അവർക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നിട്ട് അവരുടെ അവസ്ഥയറിഞ്ഞ്, അവരുടെ ശാരീരികവും മാനസികമായ അവസ്ഥയറിഞ്ഞ്, ഭവനത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ്, അവസ്ഥയറിഞ്ഞ്, ആ മാതാപിതാക്കളുടെ ആഗ്രഹം അറിഞ്ഞ് എൻ്റെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ശക്തീകരിച്ച് സഹായിച്ച് ഉന്മേഷമുള്ളവരായി, സമാധാനം നിറഞ്ഞവരായി, സൗഖ്യമുള്ളവരായി ഒരു ഉപജീവനമാർഗം ചെയ്തെടുപ്പാൻ്റെ കൊണ്ട് ദൈവം അവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് വഴി തുറക്കുന്ന ദൈവമാണ്. ദുഷ്ടപിശാച് അടച്ചതൊക്കെയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തുറന്നു കൊടുത്ത് അവർ സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിക്കുന്ന മക്കളായി കാണപ്പെടുവാൻ എൻ്റെ ദൈവ മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളത് നിശ്ചയം ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ പേര് പറഞ്ഞ വിഷയങ്ങളെ, കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഒന്നുകൂടി സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എവിടെയായിരുന്നാലും തൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ അനുഗ്രഹം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, വിവാഹപ്രായമായ മക്കളുണ്ട്. എൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട്, ആണും പെണ്ണുമായ മക്കൾ. അവർക്ക് തക്ക തുണ ലഭിക്കണം, അവരുടെ വിവാഹം നടക്കണം. സ്വർഗത്തിലെ അപ്പച്ച അവിടുന്ന് കരുണ കാണിക്കണമേ. ഈ 2025 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ നടക്കുവാൻ തക്കണം. സ്വർഗം തക്ക തുണ ഒരുക്കുമാറാകണം നടിയൻ പ്രാർത്ഥിക്കുകയാണ്. മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, അത്ഭുതങ്ങളെ ചെയ്താട്ട് കർത്താവ്. ഹല്ലേലൂയ. കർത്താവ്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിച്ചാട്ട്. മാസത്തിക്കോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണം. ജോലി ചെയ്യുന്ന മക്കളെ സമാധാനവും ദൈവകൃപയും അനുഭവിച്ചുകൊണ്ട് ജോലി ചെയ്യണം. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണം. ദൈവമേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. സ്വർഗീയ സമാധാനം ഓരോ മക്കൾക്കും കൊടുക്കണമേ കർത്താവേ. ചിന്ന ഭിന്നമായിപ്പാൻ അനുവദിക്കരുതെന്ന് വടിയൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സമാധാനത്തോടെ ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഭവനമില്ലാത്ത മക്കളെ ഏൽപ്പിക്കുന്നു. തലചായ്ക്കുവാൻ ഭവനം കൊടുക്കണം. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണം. മനോഹരമായ ഭവനം പണിയുവാൻ ദൈവം ഇടയാക്കുമാറാകണം. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗ്ഗം അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോടൊക്കെ മനസ്സറിയണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗം സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ അറിഞ്ഞ് കരുതണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. ചില പ്രയാസ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ ഉണ്ടല്ലോ കർത്താവേ. ആമേൻ. മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിച്ചുകൊണ്ട് ശത്രുവാവൻ നിൽക്കുന്നു കർത്താവേ. അപ്പോൾ ബിസിനസ്സിന് ആഗ്രഹിച്ച് പല ഹല്ലേലൂയ കർത്താവേ, ആമേൻ, പൈസകളൊക്കെ മുടക്കി, ആമേൻ കർത്താവേ, ചില കാര്യാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവർക്ക് തടസ്സമായി മുൻപിൽ നിൽക്കുന്ന വിഷയത്തെ സ്വർഗം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. വസ്തു സംബന്ധമായ ചില പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ആമേൻ. ആ വിഷയത്തിന് മേലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ ഭാരപ്പെടുന്നു. സ്വർഗം വഴി തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരികളൊക്കെ ഇടപെട്ടുകൊണ്ട് കർത്താവേ, യാതൊരു തടസ്സം കൂടാതെ അവർ ആഗ്രഹിച്ചതുപോലെ പണികളെ തുടരുവാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. ആമേൻ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. ആശുപത്രി മുറികളിൽ അയ്യം വിളിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥന ചോദിച്ച സഹോദരിയുണ്ട് കർത്താവേ. അവിടെ പ്രിയപ്പെട്ടവൻ കുട്ടിദാസന് കർത്താവെ ആശുപത്രി മുറികളിലായിരിക്കുന്ന സ്വർഗം കാണുന്നല്ലോ. എൻ്റെ കർത്താവിൻ്റെ സൗഖ്യം ആ മകന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലെത്തിച്ചേരുവാൻ ഇടയാക്കണമേ കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ, ഞങ്ങളുടെ രോഗികൾ സൗഖ്യം പ്രാപിക്കും. രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ ജീവിതങ്ങളോടും കരുണ കാണിക്കണം. ഐസിയുലും സിസിയുലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, കർത്താവേ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, എൻ്റെ ദൈവമേ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ,
ആമേൻ. കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ, കിടക്കകളിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, കർത്താവേ സ്തോത്രം. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, തമ്പുരാനെ ഞങ്ങളുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ് നാഥ. സ്തോത്രം. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ള ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, എൻ്റെ ദൈവമായ കർത്താവെ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, എൻ്റെ കർത്താവെ, ഫിക്സ് രോഗത്താൽ ഭാരമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവർ, എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങപ്പാ സൗഖ്യദായകനാ, മരുന്നാണ്, വൈദ്യനാണ്. ഈ രോഗികളുടെ മേൽ കൈവയ്ക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രോഗക്കിടക്ക മാറ്റിവരിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ ബലം കൊണ്ടാകാരം തൊട്ടിരിക്കാൻ സ്തോത്രം. അത്ഭുതം ചെയ്തിരിക്കുകയാൽ നന്ദി പിതാവേ. ഉപജീവനമാർഗം തേടി കടന്നു പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താവ് കൂടെ ഇരിക്കണം. സമാധാനത്തിൽ ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ ഇടയാക്കുമാറാകണം. ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥാ. അവിടുന്ന് ഉള്ള കരത്തിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സുവിശേഷ വേലകളെ വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഓരോ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ വിടുവിക്കുമാറാകണം കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, പനിയാൽ ചുമയാലൊക്കെ ഭാരപ്പെടുന്നവർ, ആസ്മയുടെ പ്രശ്നത്താൽ ഭാരപ്പെടുന്നവർ, എൻ്റെ ദൈവമായ കർത്താവ് സൗഖ്യമായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്നവരുണ്ടപ്പാ, എൻ്റെ കരമൊന്ന് വയ്ക്കണമേ. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ കടന്നു പോകാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങനെ ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ ഞങ്ങളെ നടത്തണം. പാപം കൂടാതെ ജീവിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.